മാറി നോക്കുക കൂട്ടരെ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരെ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഹയും. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. നാലാമത്തെ സെഗ്മെന്റ് ആണ് രാഗസങ്കീർത്തനം. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ആറാമത്തെ സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഏഴാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം. എട്ടാമത്തെ സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം. ഒമ്പതാമത്തെ സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് നമ്മളോട് എന്ത് കഥയായിരിക്കും പുള്ളിമാൻ നമ്മളോട് പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ സോളമൻ രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് സോളമൻ രാജാവിനെ പറ്റി കേൾക്കാം. ദാവീദ് രാജാവിന്റെ മകനായിരുന്നു സോളമൻ. സോളമൻ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിജ്ഞാനിയും വിവേകിയുമായിരുന്നു. ദാവീദ് രാജാവിന്റെ കാലശേഷം സോളമൻ രാജാവ് ഭരണം ഏറ്റെടുത്തു. സോളമൻ രാജാവ് ഭരണം ഏറ്റെടുക്കാൻ നേരത്ത് ആകെ ഒരേ ഒരു കാര്യമേ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ദൈവമേ, നീതി നിർവഹണം നടത്തുവാനുള്ള വിവേകവും വിജ്ഞാനവും എനിക്ക് തരണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു. സോളമൻ രാജാവിന് നല്ല രീതിയിൽ നീതി നിർവഹണം നടത്തുവാനുള്ള വിവേകവും വിജ്ഞാനവും ദൈവം നൽകി. പല കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളും സോളമൻ രാജാവ് നിസ്സാരമായി പരിഹരിച്ചു. അങ്ങനെ ഒരിക്കൽ രണ്ട് സ്ത്രീകൾ സോളമൻ രാജാവിന്റെ അടുത്ത് വലിയൊരു കുഴപ്പവുമായി വന്നു. ഇവർ ഇരുവരും ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരേ കാലത്ത് തന്നെ ഇരുവർക്കും ഓരോ മക്കളുണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായി അതിൽ ഒരു മകൻ മരണപ്പെട്ടു. ഉറക്കത്തിൽ അമ്മ അറിയാതെ മകന്റെ മുകളിൽ കയറി കിടന്നതാണ് മരണകാരണം. മകൻ മരിച്ചതറിഞ്ഞ അമ്മ തന്റെ മകനെ എടുത്ത് മറ്റേ സ്ത്രീയുടെ അരികിൽ കിടത്തി. ജീവനുള്ള കുഞ്ഞിനെ തന്റെ അരികിലും കിടത്തി. നേരം പുലർന്നപ്പോൾ ഇരുവരും ജീവിച്ചിരിക്കുന്ന മകനാണ് എന്റെ മകൻ എന്ന് വാദിച്ചു. ഉറക്കത്തിൽ തന്റെ മകനെ എടുത്തു മാറ്റി കിടത്തിയതാണെന്ന് മറ്റേ സ്ത്രീയും വാദിച്ചു. ഈ പ്രശ്നവുമായാണ് രണ്ട് സ്ത്രീകളും കുഞ്ഞിനെയുമായി സോളമൻ രാജാവിന്റെ അടുക്കലെത്തിയത്. സോളമൻ രാജാവ് ശാന്തമായി പ്രശ്നം ശ്രവിച്ചതിനു ശേഷം ഭൃത്യനോട് പറഞ്ഞു, ഒരു വാൾ കൊണ്ടുവരിക. വാൾ കൊണ്ടുവന്നതും സോളമൻ രാജാവ് ഭൃത്യനോട് പറഞ്ഞു, ഈ ശിശുവിനെ രണ്ടായി മുറിച്ച് രണ്ട് സ്ത്രീകൾക്കും പകുത്തു നൽകുക. ഇത് കേട്ടയുടനെ ആദ്യത്തെ സ്ത്രീ വിലപിച്ചുകൊണ്ട് സോളമൻ രാജാവിനോട് പറഞ്ഞു, എന്റെ മകനെ കൊല്ലരുതേ, എന്റെ മകനെ അവൾക്ക് നൽകിക്കൊള്ളൂ, അങ്ങനെയെങ്കിലും എന്റെ മകൻ ജീവിച്ചു കൊള്ളട്ടെ എന്ന്. ഇതേ സമയം രണ്ടാമത്തെ സ്ത്രീ ആകട്ടെ സോളമൻ രാജാവിനോട് പറഞ്ഞു, ഈ മകനെ പകുത്താലും വേണ്ടില്ല, എന്റെ മകനെ അവൾക്ക് കൊടുക്കുവാൻ പാടില്ല. ഉടനെ തന്നെ സോളമൻ രാജാവ് വിധിയും പ്രഖ്യാപിച്ചു. ഈ ശിശുവിനെ എടുത്ത് ആദ്യത്തെ സ്ത്രീക്ക് നൽകുക. ആദ്യത്തെ സ്ത്രീയാണ് ഈ ശിശുവിന്റെ അമ്മ എന്ന്. ഈ കഥ ഇഷ്ടമായോ എല്ലാവർക്കും? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ കള്ളം പറഞ്ഞ അത് ദൈവം കണ്ടുപിടിക്കും. ശരിയാണ്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്ത് അത് മറച്ചു വെക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിൽ നിന്ന് അതൊരിക്കലും മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. അടുത്ത ആഴ്ച വീണ്ടും വേറൊരു കഥയുമായി നമുക്ക് കാണാം. കൂട്ടുകാരെ, നിങ്ങൾ നുണ പറയുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യരുത്. ദൈവത്തിന് അതൊന്നും ഇഷ്ടമല്ല.
അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നുണ പറയുകയോ കള്ളത്തരം ചെയ്യുകയോ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോകാം. രണ്ടാമത്തെ സെഗ്മെന്റാണ് അന്നമോളും കാവൽമാലാഹയും. കുസൃതി കുട്ടിയായ അന്നമോളെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അന്നമോളും കാവൽമാലാഹയും. മലാഖേ. ഹായ് അന്നമോളെ. ഹായ് മലാഖേ. അന്നമോൾ എന്താ ഇവിടെ? ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ. അതൊക്കെ പോട്ടെ, എങ്കിൽ അന്നമോൾ എന്തിനാ ഈ മാലാഖയെ വിളിച്ചത്? അതോ, ലോകത്ത് ഒത്തിരി ആളുകൾ പലതരത്തിലുള്ള അഭ്യാസം ചെയ്യുന്ന രാജ്യം ഉണ്ടോ മലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. അതേതാ മലാഖേ? നമ്മുടെ അയൽ രാജ്യമായ ചൈന. ചൈനയോ? അതെ അന്നക്കുട്ടി. ഏതാണ്ട് 4700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ പലതരത്തിലുള്ള ആയോധന കലകൾ ഉണ്ടായിരുന്നു. BC 2000-നടുത്ത് ചൈന ഭരിച്ച ഹുവാങ് ഡി രാജാവ് ഹുവാജിയോ എന്ന ഒരു തരം ഗുസ്തിയിലും പോൾ ഫൈറ്റിംഗ് എന്ന നീണ്ട വടികൾ ഉപയോഗിച്ചുള്ള അഭ്യാസത്തിലും സമർത്ഥനായിരുന്നു. ആണോ മലക്കേ? BC 770-ൽ ചൈനയിലെത്തിയ മംഗോളിയൻ ഗോത്രവർഗക്കാർ അപകടകരമായ ഒരിനം ഗുസ്തി അവിടെ പ്രചരിപ്പിച്ചു. അതിൽ നിന്നാണ് പിന്നീട് സുമോ ഗുസ്തി ഉത്ഭവിച്ചത്. ആധുനിക രീതിയിലുള്ള ആയോധന കലകളുടെ തുടക്കം ചൈനയിലെ പ്രശസ്തമായ ഷവോലിൻ ക്ഷേത്രത്തിൽ നിന്ന് അന്നമോളെ. കുംഫു, ഷവോലിൻ ബോക്സിംഗ് എന്നിവയൊക്കെ രൂപം കൊണ്ടതും ഷവോലിൻ ക്ഷേത്രത്തിൽ നിന്ന്. അത് കൊള്ളാമല്ലോ മലക്കേ. കരാട്ടെക്കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം ലോകത്തുണ്ട്. അതേതാ മലക്കേ? ബുബിഷി. ശരീരത്തിലെ മർമ്മങ്ങളെപ്പറ്റിയും വിവിധ അഭ്യാസമുറകളെപ്പറ്റിയും ബുബിഷിൽ പറഞ്ഞിട്ടുണ്ട്. ചൈന കഴിഞ്ഞാൽ പ്രസിദ്ധമായ ആയോധന കലകളുള്ള നാടാണ് ജപ്പാൻ. അതേതാ മലക്കേ? സമുറായി. സമുറായോ? അതേ അന്നമോളെ. ഒരു കാലത്ത് ജപ്പാനിൽ ജന്മികൾക്കും ഭരണാധികാരികൾക്കും വേണ്ടി പോരാടിയ ധീരയോദ്ധാക്കളാണ് സമുറായികൾ. AD 8-ാം നൂറ്റാണ്ടിലാണ് സമുറായികളുടെ ചരിത്രം തുടങ്ങുന്നത്. തുടക്കത്തിൽ സമ്പന്നരായ ജന്മികൾക്കു വേണ്ടി പോരാടിയ അവർ 12-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ സൈനികർ രാജ്യഭരണം നേടിയെടുത്തതോടെ കൂടുതൽ അധികാരങ്ങൾ നേടിയെടുത്തു. അങ്ങനെയാണോ? ജാപ്പനീസ് ചരിത്രത്തെയും സംസ്കാരത്തെയും ഏറെ സ്വാധീനിച്ച സമുറായികളുടെ പ്രതാപകാലം 19-ാം നൂറ്റാണ്ടോടെ അവസാനിച്ചു. ജാപ്പനീസ് ആയോധന കലാ ചരിത്രത്തിൽ 2 സൂപ്പർ സ്റ്റാറുകളുണ്ട്, സമുറായികളും നിൻജകളും. ഈ നിൻജകൾ ആരാ മലക്കേ? സമുറായികളെ പോലെ ജപ്പാനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗം പോരാളികളായിരുന്നു നിൻജകൾ. നിൻജുത്സു എന്ന ആയോധന കലയിൽ അതിസമർത്ഥരായതുകൊണ്ടാണ് അവർക്ക് നിൻജകൾ എന്ന പേര് വന്നത്. സമുറായികളിൽ ആണുങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ആണോ മലക്കേ? പെൺകുട്ടികളും ഉണ്ടായിരുന്നോ? അതേ അന്നമോളെ, സ്ത്രീകളും ഉണ്ടായിരുന്നു സമുറായികളിൽ. യുദ്ധം ചെയ്യുന്നതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച അവരിൽ വീട്ടമ്മമാർ, രാജ്ഞികൾ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. ജൂഡോ, ഇക്കഡോ, കരാട്ടെ, സുമോ ഗുസ്തി എന്നിവയെല്ലാം ജപ്പാൻകാരുടെ ആയോധന കലകളാ അന്നമോളെ. അന്നമോളെ, പപ്പ അന്നമോളെ അന്വേഷിക്കുന്നുണ്ടല്ലോ. എങ്കിൽ അന്നമോൾ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ശരി മലക്കേ. എങ്കിൽ ബായ് അന്നമോളെ. ബൈ മലക്കേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് വായനശാലയിൽ ഏഞ്ചൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വായനശാല. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അമൽ മാക്കീൽ ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. ഒരു പുണ്യവതിയുടെ ജനനം, ഏവർക്കും പ്രിയപ്പെട്ടവളായ ക്ലേലിയ, ദുരിതങ്ങൾക്ക് നടുവിൽ, ദൈവാനുഷികയായ ക്ലേലിയ, മാറ്റങ്ങളുടെ കാലം, എൻ്റെ സ്നേഹമേ നീ വരൂ, ഈശോയുടെ സ്നേഹസാന്നിധ്യം, മതാധ്യാപികയായ ക്ലേലിയ, ബ്രൂതിയിലെ ദിവ്യപ്രകാശം, ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി, വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ ആരംഭം, ഏവർക്കും മദർ ക്ലേലിയയായി, സ്വർഗത്തിലേക്ക് പറന്ന വെള്ളരിപ്രാവ്,
വിശുദ്ധ ക്ലേലിയ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1847 ഫെബ്രുവരി 13 ജോസഫ് ജസീന്ത ദമ്പതികൾക്ക് ആദ്യത്തെ കുട്ടിയായി ക്ലേലിയ പിറന്നു വീണു. രണ്ടാമത്തെ അധ്യായത്തിൽ ഏവർക്കും പ്രിയപ്പെട്ടവളായി വളർന്നു വന്ന ക്ലേലിയ പുണ്യവതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായം ദുരിതങ്ങൾക്ക് നടുവിൽ എന്നതാണ്. നാലാമത്തെ അധ്യായത്തിൽ ദൈവാന്വേഷികയായ ക്ലേലിയയെയാണ് കാണാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ ആദ്യത്തെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്ന ഇടവക വികാരി മരണമടയുകയും പകരം പുതിയൊരു വികാരി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തലേന്ന് രാത്രി ക്ലേലിയയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. മണവാളനെ കാത്ത് കത്തുന്ന വിളക്കുമായിരുന്ന വിവേകമതികളായ കന്യകമാരെ പോലെ ക്ലേലിയയും യേശുവിനെ കാത്തിരുന്നു. വളരെ കാലമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹം ഒരു വിശുദ്ധയായി തീരുക. ഏഴാമത്തെ അധ്യായമാണ് ഈശോയുടെ സ്നേഹ സാന്നിധ്യം എന്നത്. കുട്ടികളോട് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ക്ലേലിയയുടെ മുഖം കൂടുതൽ പ്രശോഭിതമാകും. ആ ദിവ്യപ്രകാശത്തിൽ അവൾ കൂടുതൽ പരിശുദ്ധയായി കാണപ്പെട്ടു. എട്ടാമത്തെ അധ്യായത്തിൽ മതാധ്യാപികയായ ക്ലേലിയയാണ് കാണാൻ സാധിക്കുന്നത്. ഒമ്പതാമത്തെ അധ്യായമാണ് ബ്രൂതിയിലെ ദിവ്യപ്രകാശം. വിശുദ്ധ ആഗനസിന്റെ ജീവിതവും ക്ലേലിയയുടെ ജീവിതവും തമ്മിൽ വളരെ സാമ്യമുണ്ടായിരുന്നു. എൻ്റെ വിരലിൽ വിവാഹമോതിരവും എന്നെ മൂടത്തക്ക വിധം അമൂല്യ രത്നങ്ങളും കൊണ്ട് ക്രിസ്തു എന്നെ അവിടുത്തെ മണവാട്ടിയാക്കിയിരിക്കുന്നു. ഞാൻ എന്നും അവിടുത്തേതാണ്. അവിടുത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി എന്ന 10ാമത്തെ അധ്യായത്തിൽ ദിവ്യനാഥനായ യേശു ക്ലേലിയയെ അമൂല്യ രത്നമായി ഒരുക്കുകയായിരുന്നു. 11ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയ തൻ്റെ ഇടവകയിൽ നടത്തിയ പ്രേഷിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 12ാമത്തെ അധ്യായത്തിൽ ഏവർക്കും മദറായി തീർന്ന ക്ലേലിയയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലേലിയയുടെ ഏറ്റവും പ്രധാന ജോലി മതബോധനമായിരുന്നു. അറിവില്ലാത്തവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും വീട് തോറും കയറി വചനം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 13ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1870 ജനുവരിയിൽ ക്ലേലിയ ക്ഷയരോഗത്തിനടിപ്പെട്ടു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേലിയ നിത്യസമ്മാനത്തിനായി യാത്ര തിരിച്ചു. അവസാനത്തെ അധ്യായമായ 14ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1989 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ട ക്ലേലിയ ബാർബിയേറിയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. ഇന്ന് വായനശാലയിൽ പരിചയപ്പെടുത്തിയ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോൻ ഏത് സങ്കീർത്തനമായിരിക്കും പാടാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? രാഗസങ്കീർത്തനം. പൂർണ്ണ ഹൃദയത്തോട് ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങെനിക്കു നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങു ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്നു ജനതകളെ
നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. ശത്രുനാശ കൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കൂട്ടുകാരെ, ഇന്ന് ജിയോന പാടിയ സങ്കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നല്ലേ അത് കേൾക്കാൻ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ഇന്ന് ഉണ്ണിവചനങ്ങളിലൂടെ ഉണ്ണീഷ നമ്മളോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഉണ്ണിവചനങ്ങൾ. പരമപിതാവിന് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ഉണ്ണീശോ പറയുന്നത് അനുസരിക്കുന്നില്ലേ? മിടുക്കരാട്ടോ ഉണ്ണീശോയുടെ കൂട്ടുകാർ. എങ്കിൽ ഈ ഉണ്ണീശോ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായി വഴക്കു കൂടാറുണ്ടോ? അവർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അനുസരിക്കാതെയും അവരോട് ദേഷ്യപ്പെടാറുമൊക്കെ ഉണ്ടോ? എങ്കിലിനി അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ കൂട്ടുകാരെ. നമുക്ക് മോശ വഴിയായി ദൈവം നൽകിയ 10 കൽപ്പനകളിൽ 4ാമത്തെ കൽപ്പന ഏതാണെന്ന് കൊച്ചുകൂട്ടുകാർക്ക് അറിയാമോ? ഇല്ല അല്ലേ? സാരമില്ലാട്ടോ. മോശ വഴിയായി ദൈവം നൽകിയ കൽപ്പനകളിൽ 4ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നത്. ഭൂമിയിൽ വെച്ച് തന്നെ അനുഗ്രഹം പ്രാപിക്കാനായി കർത്താവായ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ? ഒപ്പം ദീർഘായുസ് ലഭിക്കാനായി നാം എന്ത് ചെയ്യണമെന്നാണ് കർത്താവായ ദൈവം അരുൾ ചെയ്തിരിക്കുന്നതെന്ന് ഉണ്ണീശോയുടെ കൊച്ചുകൂട്ടുകാർക്ക് അറിയണ്ടേ? നാം നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അവർ പറയുന്നത് ക്ഷമയോടെ അനുസരിക്കണം. അവരെ നല്ലവണ്ണം സ്നേഹിക്കണം. അപ്പോൾ ഇനി ഉണ്ണീശോയുടെ കൊച്ചുകൂട്ടുകാർ മാതാപിതാക്കന്മാരോട് വഴക്കുകൂടുമോ? അവർ പറയുന്നത് അനുസരിക്കില്ലേ ഇനി നിങ്ങൾ? എങ്കിൽ മിടുക്കരാട്ടോ ഉണ്ണീശോയുടെ കൂട്ടുകാർ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ചയിൽ വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ. പരമപിതാവിന് സ്തുതിയായിരിക്കട്ടെ. കൊച്ചു കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഉണ്ണീശോ പറഞ്ഞ പോലെ ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കളിയരങ്ങ്. അമ്മയെപ്പോലെ എന്നെ അമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തൊഴിലിട്ടാൻ, ദൈവമുണ്ടല്ലോ ഭയമില്ലല്ലോ, ദൈവമുണ്ടല്ലോ ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ, ഓ ലാലലലലാ. ചോടരനെ പോലെ ചേർക്കുവാൻ, ചേകിടനെ പോലെ കൂട്ടുകൂടുവാൻ, ദൈവമുണ്ടല്ലോ ഭയമില്ലല്ലോ, ദൈവമുണ്ടല്ലോ ഭയമില്ലല്ലോ. ലാലലലലാ, ഓ ലാലലലലാ, ലാലലലലാ,
ഭയമില്ലല്ലോ, ദൈവമുണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാ ഓ ലാ ഓ ലാ. അമ്മയെപ്പോലെ എന്നെ ഓമനിക്കാൻ, അച്ഛനെ പോലെ എന്നെ തൊഴിലേറ്റാൻ. ദൈവമുണ്ടല്ലോ, ഭയമില്ലല്ലോ, ദൈവമുണ്ടല്ലോ, ഭയമില്ലല്ലോ. ലാ ഓ ലാ ഓ ലാ. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ കളിയരങ്ങ് ഇഷ്ടമായോ? നിങ്ങൾക്കും കളിയരങ്ങിൽ പങ്കെടുക്കാൻ കേട്ടോ. എങ്കിൽ നമുക്ക് കൊച്ചു കൂട്ടുകാരെ ഏറെ സന്തോഷിപ്പിക്കുന്ന സെഗ്മെന്റിലേക്ക് പോയാലോ? സന്തോഷ ജന്മദിനം. കൂട്ടുകാരെ, നിങ്ങളുടെ ബർത്ത്ഡേയും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളും നിങ്ങളെ വിഷ് ചെയ്യാൻ കേട്ടോ. എങ്കിൽ നമുക്ക് 8ാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? 8ാമത്തെ സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം. എൻ്റെ പേര് ഷെന മരിയ. എൻ്റെ വീട് പാറന്നൂരാണ്. ഞാൻ കൂനാമച്ചി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 5th സ്റ്റാൻഡേർഡാണ്. എനിക്ക് 2024 എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ബൈബിളിലത്തെ എല്ലാ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. 28 സെക്കൻഡിനുള്ളിൽ ബൈബിളിലത്തെ പുസ്തകങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിവർത്തനം, ജോഷുവ, ന്യായഭേദ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജകമ്പി, 2 രാജകമ്പർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹ്മിയ, തോബിത്ത്, യൂദിത്ത്, എസ്റ്റേർ, 1 മക്കബാർ, 2 മക്കബാർ, ശോഭ, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗങ്ങൾ, ഉത്തമഗീതം, ജ്ഞാന, പ്രഭാഷകൻ, യേശയ, ജെറമ്യ, വിലാപങ്ങൾ, ബാരൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഓസിയേൽ, ജോയൽ, ആമോസ്, സബാദി, യോന, മിക്ക, നാഹൂം, ഹബക്കുക്ക്, സെഫനിയ, ഹഗ്ഗായി, സക്രിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, 1 കൊരിന്ത്യസ്, 2 കൊരിന്ത്യസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസസ്, 1 തെസ്സ, 2 തെസ്സ, 1 തിമോ, 2 തിമോ, തീത്തോസ്, ഫിലെമോൻ, ഹെബ്ര, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്. കൂട്ടുകാരെ, നിങ്ങൾ വാർത്തയിലെ താരത്തെ പരിചയപ്പെട്ടില്ലേ? അപ്പം നമുക്ക് അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കും പടങ്ങൾ വരയ്ക്കാനും പാട്ടുകൾ പാടാനും കഥകൾ പറയാനും കഴിവുകളുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്ന അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിന് നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.